മെഡിവൽ ഇപ്പം ചെങ്ങന്നൂരാണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത്. ചെങ്ങന്നൂർ എണ്ണക്കാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് പ്രൈമറി കെയർ സെൻ്ററാണ്. ഒരു ഫാമിലി ഫിസിഷ്യൻ എന്നുള്ള കോൺസെപ്റ്റിൽ ഡ്യൂട്ടി ഡോക്ടേഴ്സ്, MBBS ഡോക്ടേഴ്സ് ഉണ്ട്. രാവിലെ 9 തൊട്ട് രാത്രി 9 മണി വരെയാണ് ക്ലിനിക്കിൻ്റെ ടൈമിങ് പ്രവർത്തനം. പിന്നെ ലാബുണ്ട്, രാവിലെ 6:30 മുതൽ ലാബ്. ഫാർമസി, ഒരു മാർട്ടുണ്ട്. ആ മാർട്ടിലാണ് ഈ എക്കോബൈറ്റ്സ് അടക്കമുള്ള സ്വന്തമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട് ക്ലിനിക്കിൽ തന്നെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനസ്സിലായത്, ഇപ്പം ജനറൽ OP പോലും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നതിൻ്റെ കംപ്ലയിൻറ്റ്സ് പെയിനാണ്, വേദന, മുട്ടിന് വേദന, നടുവിന് വേദന. അത് ഡ്യൂ ടു ലാക്ക് ഓഫ് എക്സസൈസ്, ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങൾ, ഓസ്റ്റിയോആർത്രൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. കാരണം പ്രമേഹം വന്നിട്ട് ഫ്രോസൺ ഷോൾഡർ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു പെയിൻ കില്ലർ, വേദന സംഹാരി, അത് ഏത് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് എഫക്റ്റീവ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കൊരു നല്ലൊരു ഓർത്തോപീഡീഷ്യൻ ഉണ്ട്. ഓർത്തോപീഡീഷ്യൻ വന്നപ്പോൾ സാറിൻ്റെ സജഷനോടുകൂടിയാണ് നമ്മൾ ഫിസിയോതെറാപ്പി തുടങ്ങിയത്. കാരണം ആ ഫിസിയോതെറാപ്പി എക്സസൈസുകളൊക്കെ വളരെ റിസൾട്ട് കിട്ടുന്നുണ്ട്. സർജറി വേണം എന്ന് പറഞ്ഞ പേഷ്യൻസിന് പോലും നല്ല എഫേർട്ട് ഇട്ട് കെയർ കൊടുത്ത് നമ്മൾ ഫിസിയോതെറാപ്പി വഴി റെഡിയാക്കുന്നുണ്ട്. കൂടാതെ ഡയറ്റീഷ്യൻ ഉണ്ട്. ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ ക്ലിനിക്കിൽ എന്തിനാണ് ഡയറ്റീഷ്യൻ എന്നും ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ അവർ റിസൾട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പെട്ടെന്ന് പേഷ്യൻസിനെ കാണുന്നു, കാര്യങ്ങൾ പറയുന്നു. ആ ഡയറ്റീഷ്യൻ അവരെ കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്ത് എല്ലാ ആഴ്ചയും വിളിക്കും. ഞാൻ പറഞ്ഞു തന്ന പോലെയാണോ നിങ്ങൾ കഴിക്കുന്നത്, ഒരു ഫുഡിൻ്റെ ഫോട്ടോ എന്ന് അയച്ചു തന്നെ, ഊണ് കഴിച്ചെങ്കിൽ എന്താ കഴിച്ചതെന്ന് കാണട്ടെ, അങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. 1 മാസം കഴിഞ്ഞു. ചിലരുണ്ടല്ലോ ഡോക്ടറിനെ കണ്ടു പറഞ്ഞു പോയി, പിന്നെ ഒരു 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അവരെ വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്. ഞങ്ങളുടെ അടുത്ത് മെഡിവലിൽ വരണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും പരിശോധിച്ചോ, എങ്ങനെയുണ്ട്, കുറവുണ്ടോ, അടുത്ത് ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചോ, അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. ഈ ഒരു ഫോളോ അപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ടീമുണ്ട് എനിക്ക്. ഏതൊരു പേഷ്യൻറ്റിനെ നമ്മളൊരു റെഫർ ചെയ്താൽ പോലും നമ്മുടെ സ്റ്റാഫ് നേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയും, അവരെ വിളിച്ച് ചോദിക്കണം. കാരണം അത് ആ ഒരു കോൾ ആ കിട്ടുന്ന പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന് ഭയങ്കര റിലീഫാണ്. അത് ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ, ഇപ്പോൾ ഇവിടുന്ന് റെഫർ ചെയ്യുന്നു, വലിയൊരു ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്, അവിടെ ഒരു പ്രായമാർക്ക് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ടീം ആ ഹോസ്പിറ്റലിൽ വിളിച്ച് അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുക്കുന്നെങ്കിൽ അതെടുത്ത് കൊടുക്കും, എന്ന് പോകണം, എങ്ങനെ പോകണം. ഇനി അതിന് ശേഷമുള്ള ഫോളോ അപ്പ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ടീം വർക്കാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ നടക്കുന്നൊരു കാര്യമല്ല. എനിക്ക് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുണ്ട്. അതാണ് മെഡിവലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. പിന്നെ